ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഒപ്പം തന്നെ ഇൻഡെപ്തുള്ള അനാലിസിസും നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം യു എസ് സൂചികളിലേക്ക് തന്നെ പോയി നോക്കാം. യു എസ് സൂചികളെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഒരു നെഗറ്റീവ് ടോണിലേക്കാണ് പോയിരിക്കുന്നത്. ഡൗ ജോൺസ് ആണ് ഒരുപക്ഷെ മറ്റ് രണ്ട് ഇൻഡെക്സുകളെ അപേക്ഷിച്ചിട്ട് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചിരിക്കുന്നത്. മറ്റ് രണ്ട് ഇൻഡെക്സുകളും നാസ്ഡാക്ക് ആണെങ്കിലും ശരി, S&P 500 സൂചികയാണെങ്കിലും 1% മുകളിൽ ഒരു ഡിവിലേക്കാണ് പോയിരിക്കുന്നത്. അമേരിക്കൻ സൂചികളുടെ ഈ ഒരു മൊമെന്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നമ്മൾ ഇതേ ഫോർത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന അമേരിക്കൻ വിപണിയിൽ ട്രെൻഡ് ഒക്കെ ബെയറിഷ് തന്നെയായിരുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കണ്ടിരിക്കുന്ന റിക്കവറിയെ തുടർന്ന് അമേരിക്കൻ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസായി മാറിയിട്ടുണ്ട്. സോ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ഈ ഇടിവെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 41,900 പോയിന്റ്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ശക്തമായിട്ട് വീണ്ടും ഒരു അപ് മൂവ് നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും സിമിലർ. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സൂചിപ്പിച്ചിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 20,400 പോയിന്റ് ആയിരുന്നു. ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസ് അടുത്ത് വെച്ച് ആയിരുന്നു വീണ്ടും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 19,500 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു റിക്കവറി ആൻഡ് റിവേഴ്സൽ നാസ്ഡാക്ക് ഇൻഡെക്സിലും കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 20,400. യെസ്, അതിനോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി എത്തുകയാണ്. കമോഡിറ്റി മാർക്കറ്റ് ഇന്നിപ്പോൾ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു മൊമെൻറ്റം, ഒരു പേർ ലെവേഴ്സ് പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള സെല്ലിങ്ങും അതിനെ തുടർന്ന് ആ ഒരു ലോ ലെവൽസിൽ നിന്നൊരു ബൈങ്ങും ഒക്കെ കണ്ടിരുന്നു. പക്ഷേ നിലവിൽ പരിശോധിക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് പാറ്റേണിലാണ് എന്നപ്പോൾ ക്രൂഡിൻ്റെ മാർക്കറ്റ് മുന്നോട്ടേക്ക് പോകുന്നത്. WTI ക്രൂഡിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഫ്ലാറ്റായി $69.595 എന്ന നിലയിലും, ബ്രെൻറ്റിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ $73.15 എന്ന നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? ക്രൂഡിന്റെ കേസിൽ മാർച്ച് തുടക്കം മുതൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഷോർട്ട് കവറിങ്ങിന് തുടർന്ന് നമുക്ക് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നേരിയൊരു ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. $71 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. $72.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ക്രൂഡിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുകയും ചെയ്യും. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടും നിലവിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ നിലനിർത്തിക്കൊണ്ട് മുന്നേറാനായിട്ട് ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. $3030.63 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. ഗോൾഡിൽ ഇനി മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും താങ്കളുടെ ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെയായിരിക്കും? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ലോങ് ടേമിന് വേണ്ടി ഇപ്പോഴും ബൈയിങ് അവസരങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $3045. $3045 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 2-3 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 3050, 3095, 3100. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2,999 ലെവലിൽ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ആഭ്യന്തര വിപണിയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു വിന്നിംഗ് സ്ട്രീക്കിന് ഇന്നലത്തെ കൊണ്ട് ഒരു ക്ലോസ് ആയിരിക്കുകയാണ്. പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് 73,800 എന്നൊരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് നിഫ്റ്റി 50 കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നോക്കുമ്പോഴേക്കും 181.8 പോയിന്റ്സിൻ്റെ ഇടിവിൽ 23,486.85 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള ഈ ഒരു തിരിച്ചുവരവ്, ഒരു ബൗൺസ് ബാക്കിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നിഫ്റ്റി 50യുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 21 ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി നേട്ടമായിരുന്നു കിട്ടിയത്. ആൻഡ് ഇന്നലെ കണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. അതിൽ ഐ എം നോട്ട് വറീഡ് അറ്റ് ഓൾ.
അടുത്ത 2-3 സെഷൻസിൽ വീണ്ടും പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ ആദ്യത്തെ 23,150 അതിനുശേഷം 22,950 22,950 പോയിന്റിന്റെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്ന് ലോ റിസ്കില് കാര്യമായിട്ടൊരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് 1-2 ദിവസം കൂടെ എടുക്കും നിഫ്റ്റി 50ക്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഒപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിഫ്റ്റി ബാങ്കിലും ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. 51,209 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 398 പോയിന്റ്സിന്റെ ഡൗൺ സൈഡ് മൂവ്മെന്റ് ആണ് രേഖപ്പെടുത്തിയത്. തുടക്കത്തിൽ ഒരു നേരിയ ഇടിവിന് ശേഷം പിന്നീട് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു എങ്കിൽ പോലും ഏകദേശം ഒരു 10 മണിക്ക് ശേഷം, ഏകദേശം ഒരു 1 മണിക്കൂറിന് ശേഷമുള്ള ട്രേഡിങ്ങിന് ശേഷം തുടർച്ചയായിട്ടൊരു ഇടിവാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്കൊരു നിക്ഷേപകൻ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇൻട്രസ്റ്റിംഗ്ലി നിഫ്റ്റി 50 അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു മാർച്ച് മാസത്തിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈവൻ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഐ എക്സ്പെക്ട് സം മോർ പ്രോഫിറ്റ് ടേക്കിംഗ്. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് 50,400 അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 49,900 പോയിന്റ്. അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല 49,900 പോയിന്റ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ലൈക്ക് കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ സ്റ്റോക്സിലൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് ലോ റിസ്ക് ബൈങ് അവസരങ്ങൾ താമസിക്കാതെ ലഭിക്കും. താങ്കളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലോ റിസ്ക് ആയിട്ട് പല PSU ബാങ്ക് ഓഹരികളിലും നമുക്കൊരു ബൈങ് അവസരം ലഭിക്കുമെന്ന്. അത്തരത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കാനറ ബാങ്കിലേക്ക് തന്നെയാണ് വരുന്നത്. കാനറ ബാങ്കിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നേട്ടത്തിനെല്ലാം ശേഷം ഇന്നലെ ഏകദേശം 1% കൃത്യമായി പറയുകയാണെങ്കിൽ 1.38% ഇടിവിൽ 87.24 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പൊതുവെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാനറ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ നിഫ്റ്റിയുടെ റീഅറേഞ്ച്മെന്റ് നടക്കുകയാണ്. ഈ ഒരു റീഅറേഞ്ച്മെന്റ് നിഫ്റ്റി ബാങ്കിലടക്കം റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോഴത്തേനും, ഈ ഒരു റിസ്ക് നടക്കുമ്പോഴത്തേനും കാനറ ബാങ്കിന്റെ വെയിറ്റേജ് കൂടുന്നു എന്നതടക്കമുള്ള ഒരു അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട്. കാനറ ബാങ്ക് ഓഹരികൾ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കാനറ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഇന്നും നാളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട്, ആദ്യത്തെ 87 അതിനുശേഷം 85 രൂപ. എനിക്ക് തോന്നുന്നില്ല 85 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റഡി ചെയ്യുക ആൻഡ് നമ്മൾ കംഫർട്ടബിൾ ആകുക. ഇതിൽ റിക്കവറി അടുത്തൊരു ബൈങ് വേവ് വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ടാർഗറ്റ് സോൺസ് 89 രൂപ, 92, 95, 97. ഒപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. ഇൻഷുറൻസിലേക്ക് എത്തുമ്പോഴേക്കും ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് HDFC ലൈഫ് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. HDFC ലൈഫിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പൊതുവെ ഇൻഷുറൻസ് ഓഹരികൾ നമുക്കൊരു നെഗറ്റീവ് ടോണാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെയും ഏകദേശം 0.7% ഒരു ഇടിവിൽ ശക്തമായിട്ടൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. HDFC ലൈഫ് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? HDFC ലൈഫിന്റെ കേസിൽ നമുക്ക് മാർച്ച് മാസത്തിൽ നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് മാറിയിട്ടുമുണ്ട്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 മേജർ സപ്പോർട്ട് ഏരിയ 650, 640, 630 രൂപ. എനിക്ക് തോന്നുന്നില്ല 630, 640 ഈ റേഞ്ചിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. ആ സ്റ്റോക്ക് ഈ 3 ലെവൽസിലോട്ട് വരുമ്പോഴേക്കും നമുക്കൊരു ഈ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് അവസരത്തിന് വേണ്ടി ഒരുങ്ങാം. ബട്ട് ഇന്ന് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ICICI പ്രൊഡൻഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു മാർച്ച് 17 ശേഷം തുടർച്ചയായിട്ട് നേട്ടം നൽകി വന്ന ഓഹരിയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും ഏകദേശം 1% മുകളിൽ ഒരു ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ICICI പ്രൊഡൻഷ്യൽ ലൈഫിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ICICI പ്രൊഡൻഷ്യൽ HDFC ലൈഫിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിയിരിക്കുന്നത്.
ബട്ട് ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിലും ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. ഇന്ന് പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 560 മുതൽ 565 ലെവൽ വരെ. എനിക്ക് തോന്നുന്നില്ല 560ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇതിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ടാർഗറ്റ് സോൺസ് 618, 636, 655. യെസ്, അതിനോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പലപ്പോഴും മികച്ച മുന്നേറ്റം നൽകിയ ഒരു ഓഹരി കൂടിയാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗോദ്രേജ് പ്രോപ്പർട്ടി ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ബട്ട് ഗോദ്രേജ് പ്രോപ്പർട്ടിയിൽ ഞാനൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റോക്കിനെ സ്റ്റഡി ചെയ്യാൻ. എനിക്ക് തോന്നുന്നത് നമുക്ക് താമസിക്കാതെ തന്നെ ഈ സ്റ്റോക്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഇതിൽ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ 2195. 2195ന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2270, 2350, 2400, 2500. സോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ സ്പെക്കുലേറ്റീവ് ഷോർട്ട് ടേം ട്രേഡ്. ഇത് നമുക്ക് ഈവൻ ലോങ് ടേമിന് വേണ്ടി കരുതാവുന്ന ഒരു സ്റ്റോക്കാണ് ഗോദ്രേജ് പ്രോപ്പർട്ടി. യെസ്, അടുത്തതായിട്ട് റീന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലേക്കാണ് വരുന്നത്. റീന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഏറ്റവും അധികം നിക്ഷേപയുടെ ശ്രദ്ധ ആകർഷിച്ചിട്ട് ഒരു ഓഹരി സുസ്ലോൺ ആയിരുന്നു. നമ്മൾ ഇതിന് മുന്നത്തെ ഫോറത്തിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈക്കോൾ അടക്കം പല ബ്രോക്കറേഴ്സിനെയും ബൈക്കോൾ അടക്കം ഈ ഓഹരികൾക്ക് ലഭിക്കുന്നുവെന്ന്. എന്നാൽ ഇന്നലെ ഒരു സുസ്ലോണിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഭേദപ്പെട്ട കാര്യമായിട്ടൊരു ഇടിവിലേക്ക് പോകാതെ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ നിലനിർത്താനായിട്ട് ആ ഒരു ഇടിവിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് സുസ്ലോൺ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. 57.43 എന്ന നിലയിലാണ് സുസ്ലോൺ ഓഹരികൾ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുസ്ലോണിനുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്ക് മാർച്ച് മാസത്തിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇത് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന് ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 61 രൂപ 25 പൈസ. ബട്ട് വളരെ മേജർ ആയിട്ടൊരു റെസിസ്റ്റൻസ് 65 രൂപയിലാണ് കാണുന്നത്. 65ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. യെസ് സർ, അതിനോടൊപ്പം തന്നെ ട്രെൻഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ട്രെൻഡിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ട്രെൻഡിന് ഞാൻ ഒരു വാല്യൂ സ്റ്റോക്ക് ആയിട്ടാണ് കരുതുന്നത്. ആൻഡ് ട്രെൻഡിന്റെ കേസ് നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടെ വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. 8400 രൂപയായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ. ആൻഡ് കഴിഞ്ഞ മാസത്തെ ലോ ലെവൽ നോക്കുമ്പോഴേക്കും 4790 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം വന്നിരിക്കുന്നത്. ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടും ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 5412 രൂപ. അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 300-400 രൂപയുടെ നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ പ്രതീക്ഷിക്കാം. യെസ്, അടുത്തതായിട്ട് ഡിക്സൺ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു കോവിഡിന് ശേഷം ഏറ്റവും അധികം നിക്ഷേപകർക്ക് റിട്ടേൺ നൽകിയൊരു മൾട്ടി ബാഗ് സ്റ്റോക്ക് ഒന്ന് വിശേഷിപ്പിക്കാവുന്ന ഓഹരിയാണ് ഡിക്സൺ ടെക്നോളജീസ്. എന്നാൽ അതിൻ്റെ ഒരു ഹൈ ലെവൽസിൽ നിന്നും ഏകദേശം വളരെ ശക്തമായിട്ടൊരു കറക്ഷൻ, ഒരു ഹെൽത്തി ആയിട്ടൊരു കറക്ഷനിലേക്ക് നേരിട്ട ഓഹരി കൂടിയാണ് ഡിക്സൺ ടെക്നോളജീസ്. ഡിക്സൺ ടെക്നോളജീസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2.5% മുകളിലൊരു ഇടിവിലേക്കാണ് ഓഹരികൾ പോയിരിക്കുന്നത്. 13,260.4 എന്ന നിലയിൽ. ഡിക്സണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഡിക്സന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു സപ്പോർട്ട് ലെവൽ കാണാൻ സാധിക്കുന്നത് അറൌണ്ട് 12,500 രൂപയ്ക്ക് അടുത്ത് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് അതിനുശേഷം ഈ സ്റ്റോക്ക് നമുക്ക് തിരിച്ച് റിവ്യൂലോട്ട് കൊണ്ടുവരാം. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഷിപ്പ് ബിൽഡിംഗ് ഓഹരി, പ്രത്യേകിച്ചും കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസഗോൺ ഡോക്ക്, ഈ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ്,
ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിനുള്ള ഹൈ പോസിബിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം. കാര്യം അടുത്ത 2-3 സെഷൻസിൽ തന്നെ ഈ സ്റ്റോക്കിൽ ഞാൻ ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 1640, 1706. 1706 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. മാസഗോൺ ഡോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. സർ, അതിനോടൊപ്പം തന്നെ BSE ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. പലപ്പോഴും ഒരു ന്യൂസിൽ ഒരു ഇടം പിടിക്കുന്ന ഓഹരി കൂടിയാണ് BSEയുടെ ഓഹരികൾ. ഇന്നലെയും വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് നേരിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 3.5% മുകളിൽ 4474.7 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BSE ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BSEയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ്, ഷോർട്ട് ടേം ട്രെൻഡ് ഓൾസോ ഒരു സൈഡ് വേസ് മൂവ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് മാർച്ച് മാസത്തിൽ നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 4200 രൂപയ്ക്ക് അടുത്ത മേജർ സപ്പോർട്ട് ലെവൽ എനിക്ക് കാണുന്നത്. സോ ഒരു 4050, 4200 ഈ ഒരു സപ്പോർട്ട് ബേസ് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ തന്നെ നമുക്കൊരു ബൈങ് അവസരം ലഭിക്കും. അതിനോടൊപ്പം തന്നെ VLE സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. VLEയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു വീക്കിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ളൊരു വൊളറ്റാലിറ്റി കാണിച്ചൊരു ഓഹരി കൂടിയാണ് VLE എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് ലോവർ സർക്യൂട്ടിലേക്ക് എത്തിയ ഒരു ഓഹരി കൂടിയാണ്. ഇന്നലെയും ഏകദേശം 4.89% ഇടിവിൽ 36 രൂപ എന്ന നിലയിലാണ് ഈ ഒരു ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? VLE e-governance is a small cap stock ആൻഡ് എനിക്ക് ഈ കമ്പനിക്ക് എന്താ പ്രോബ്ലം പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഈ സ്റ്റോക്ക് 200 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ലോവർ സർക്യൂട്ട് ബ്രേക്കിലാണ് നമുക്ക് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. സോ ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും എന്തോ ഒരു വലിയൊരു ഫൈനാൻഷ്യൽ പ്രോബ്ലം ഈ കമ്പനി നേരിടുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവശമുള്ള ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ശ്രമിക്കരുത്. സർ, അതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഒരു തുടർച്ചയായിട്ട് ലോവർ സർക്യൂട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഓഹരി കൂടിയാണ് ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെ ഓഹരികൾ. ഒരുപക്ഷെ ഒരു മാർച്ച് 4 ശേഷം പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ട്രേഡിംഗ് സെഷൻസിലെല്ലാം തന്നെ ഒരു ലോവർ സർക്യൂട്ടിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും ഒരു ലോവർ സർക്യൂട്ട് നിലയിൽ 204.4 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹോൾ ടൈം ലോയിലേക്കാണ് ഓഹരികൾ എത്തിയിരിക്കുന്നത്. ജെൻസോൾ എഞ്ചിനീയറിംഗിനുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ജെൻസോൾ കേസ് ആൻഡ് VLEയിലെ സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിലും സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ ബോട്ടം നമുക്ക് കണ്ടു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിലും ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് വൈൻഡ് അപ്പ് ചെയ്യുക. ട്രേഡിങ്ങിനോ ഇൻവെസ്റ്റിങ്ങിനോ വേണ്ടി ഈ സ്റ്റോക്കിലെ പൊസിഷൻ എടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഓട്ടോ സെക്ടറിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ഇന്നലെ മറ്റെല്ലാ ഇൻഡെക്സുകളും ഒരു നെഗറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്തപ്പോൾ ഒരു ഫ്ലാറ്റ് ടോണിലാണ് എങ്കിൽ പോലും ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്തിയ ഇൻഡെക്സ് ആയിരുന്നു ഓട്ടോ. അതിൽ തന്നെയും അശോക് ലൈലാൻഡ് ഓഹരികളാണ് എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റ് ഓഹരികളും ഇൻഡെക്സും ഒക്കെ അത്രയധികം ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും 2% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്താനായിട്ട് അശോക് ലൈലാൻഡ് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സൂസുവുമായി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളൊക്കെ എത്തുന്നുണ്ടായിരുന്നു. അശോക് ലൈലാൻഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അശോക് ലൈലാൻഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡും സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു വലിയൊരു ട്രേഡിംഗ് റേഞ്ചിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് 195, വളരെ മേജറായിട്ട് ഒരു റെസിസ്റ്റൻസ് 240 കാണുന്നത്.
ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. യെസ് സർ, അതിനോടൊപ്പം തന്നെ ബി എം എല്ലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ബി എം എല്ലിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.76% ഇടിവിൽ 2760.4 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബി എം എൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബി എം എല്ലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി ബി എം എല്ലിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബി എം എല്ലിന് വളരെ മികച്ചൊരു സപ്പോർട്ട് ഏരിയ 2670 രൂപയ്ക്ക് അടുത്തുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2835. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3010. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാൻ സാധിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ സർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി വരുൺ ബിവറേജസ് ആണ്. FMCG സെഗ്മെന്റിലുള്ള വരുൺ ബിവറേജസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വരുൺ ബിവറേജസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 540 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 560, 585 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. യെസ്, ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ നമ്മളുടെ ഒരു മാർക്കറ്റ് പ്രസന്റ് ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും അതിനോടൊപ്പം തന്നെ മറ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.